ഇക്ബാൽ അറക്കലും ലബി സജീന്ദ്രനുമാണ് ചേരുന്നത്. ഇക്ബാൽ, വിവാദമായ പ്രസംഗത്തിൽ മന്ത്രി പറയുന്ന അധിക്ഷേപകരമായ കാര്യങ്ങൾ അതെന്തൊക്കെയാണ്? ജോണിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ കേരളത്തിലെ സ്ത്രീകളെ, പ്രത്യേകിച്ചും ഈ പ്രിയദർശിനി പദ്ധതിയുടെ ഗുണഭോക്താക്കളായിട്ടുള്ള സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ ഉണ്ടായത് നമുക്കറിയുന്ന പോലെ തന്നെ UDF സർക്കാർ അവരുടെ ഒരു അഭിമാന പദ്ധതിയായാണ് ഈ പ്രിയദർശിനി പദ്ധതി അവതരിപ്പിച്ചത്. ലാഭത്തിനെയും നഷ്ടത്തിനെയും കണക്കുകളും നോക്കാതെയാണെങ്കിൽ പ്രിയദർശിനി പദ്ധതി വലിയ വിജയമാണ് എന്ന് പറയുന്ന UDF സർക്കാരിന്റെ പ്രതിനിധിയായിട്ടുള്ള ഗതാഗത വകുപ്പ് മന്ത്രി പറയുന്നത് ആ വിജയത്തിന് പിന്നിലുള്ള കാരണം എന്ന് പറയുന്നത് സ്ത്രീകൾക്കിടയിൽ ഈ സൗജന്യം നേടുന്നതിന് വേണ്ടിയുള്ള ഈ ദാരിദ്ര്യ മനോഭാവമാണ്. ദാരിദ്ര്യം അഭിനയിച്ചുകൊണ്ട് അവരെല്ലാം ഈ KSRTC ബസ്സുകളിലേക്ക് തള്ളി കയറുകയാണ്. അതുകൊണ്ടാണ് പ്രിയദർശിനി ഈ പദ്ധതി വിജയ രീതിയിലുള്ള പരാമർശങ്ങളാണ് ഗതാഗത വകുപ്പ് മന്ത്രി CP ജോണിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. തനിക്ക് കേരളത്തിലെ ഈ ജനങ്ങളുടെ എല്ലാം മനോഭാവം നോക്കുമ്പോൾ വലിയ അതിശയം തോന്നുന്നു എന്ന രീതിയിലുള്ള പരാമർശം ഇന്നലെ ബസ് ഉടമകളുടെ സംഘടനയായിട്ടുള്ള കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളന വേദിയിൽ വെച്ചാണ് മന്ത്രി ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുള്ളത്. മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി സ്വകാര്യ സ്കൂളിൽ ചേർത്ത് പഠിപ്പിക്കാം, അതും ഉയർന്ന ഫീസ് നൽകിയെല്ലാം പഠിപ്പിക്കാം. പക്ഷെ അത്തരത്തിലുള്ള ആളുകൾക്ക് ദാരിദ്ര്യം അഭിനയിച്ച് ഈ ട്രാൻസ്പോർട്ട് ബസ്സുകളിലേക്ക് ഈ സൗജന്യത്തിന് വേണ്ടി തള്ളിക്കയറാം എന്ന രീതിയിലുള്ള പരാമർശങ്ങളൊക്കെയാണ് മന്ത്രിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല ഇത്തരക്കാർ ഈ ചികിത്സാ കാര്യങ്ങൾ വരുമ്പോൾ സർക്കാർ ആശുപത്രിയെ ആശ്രയിക്കുന്നു എന്ന രീതിയിലും, അതുപോലെ തന്നെ അവരുടെ ഭർത്താവിനോ അതല്ലെങ്കിൽ അച്ഛന്മാർക്കോ എന്തെങ്കിലും അസുഖം വരികയാണെങ്കിൽ ഈ സർക്കാർ ആശുപത്രിയുടെ വരാന്തയിൽ കടക്കാനും അവർ തയ്യാറാണ്. പക്ഷേ മക്കളെ പഠിപ്പിക്കുകയാണെങ്കിൽ അവർ അത് ഈ സ്വകാര്യ സ്കൂളുകളിൽ ഉയർന്ന ഫീസ് കൊടുത്ത് പഠിപ്പിക്കും. സൗജന്യം നേടാൻ വേണ്ടി പ്രിയദർശിനി ബസ്സുകളിൽ തള്ളിക്കയറാനും അവർക്ക് കുഴപ്പമില്ല. ഇത്തരത്തിലുള്ള മനോഭാവമെല്ലാം തന്നെ അതിശയപ്പെടുത്തി എന്ന രീതിയിലുള്ള പരാമർശമാണ് ഈ ഗതാഗത വകുപ്പ് മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഈ സ്വകാര്യ ബസ് ഉടമകളുടെ അസോസിയേഷന്റെ പരിപാടിയിൽ വെച്ചായിരുന്നു ഇത്തരത്തിലുള്ള ഒരു പരാമർശം മന്ത്രിയുടെ ഭാഗത്ത് വന്നത്. ഏതായാലും ഇതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും അതുപോലെ തന്നെ പ്രതിഷേധങ്ങളുമാണ് ഇന്ന് പാലക്കാടും അരങ്ങേറിയത്. DYFയും അതുപോലെ തന്നെ യുവമോർച്ചയും മഹിളാ മോർച്ചയും എല്ലാം പ്രതിഷേധിച്ചു. KSRTC ബസ് സ്റ്റാൻഡിൽ വെച്ച യുവമോർച്ച പ്രവർത്തകർ മന്ത്രി CP ജോൺ മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ട് മന്ത്രിയുടെ കോലം കത്തിച്ചുകൊണ്ടുള്ള പ്രതിഷേധങ്ങളും നടത്തിയിരുന്നു. വിനീത, ശരി, ലബി സജീന്ദ്രൻ കൂടി ചേരുകയാണ്. ലബി, ഈ പരാമർശമൊക്കെ വിവാദമായപ്പോൾ, പ്രസംഗം വിവാദമായപ്പോൾ മന്ത്രി അതിനെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്തെത്തുന്നു. ഒപ്പം തന്നെ അത് മലക്കം മറിച്ചിൽ ആണ് നമ്മൾ കാണുന്നത്. അതിലൊരു വിശദീകരണം എന്തായിരുന്നു മന്ത്രിയുടെ? ഇന്ന് കൊച്ചിയിൽ വെച്ചാണ് 2 തവണ മാധ്യമങ്ങളെ കണ്ടപ്പോഴെല്ലാം താൻ സ്ത്രീകളുടെ ദാരിദ്ര്യത്തെ പരിഹസിച്ചിട്ടില്ല. സ്ത്രീകൾ വലിയ ദാരിദ്ര്യാവസ്ഥയിലാണ് കേരളത്തിൽ കഴിയുന്നത്. ഇതിനെ കണ്ടെത്തിയതും ഇത് തിരിച്ചറിഞ്ഞതും ഇതിന് പരിഹാരം കണ്ടതും രാഹുൽ ഗാന്ധി മാത്രമാണ്. കഴിഞ്ഞ സർക്കാർ ഈ കാര്യത്തിൽ ഒന്നും ചെയ്തിട്ടില്ല. സ്ത്രീകളുടെ ആരോഗ്യ മേഖല, പൊതുജനാരോഗ്യ മേഖല, പൊതുവിദ്യാഭ്യാസ മേഖല അതുകൂടി മെച്ചപ്പെടുത്തേണ്ടതുണ്ട് എന്ന അർത്ഥത്തിലാണ് താൻ ഇത്തരത്തിൽ പൊതുഗതാഗത സംവിധാനത്തോടൊപ്പം മറ്റു 2 മേഖലകളിൽ കൂടി സ്ത്രീകൾക്ക് ഒരു പ്രാധാന്യം കൊടുക്കണമെന്നുദ്ദേശിച്ചുകൊണ്ടാണ് സംസാരിച്ചത്. സ്ത്രീകളുടെ ഇത്തരത്തിലുള്ള ഒരു ദാരിദ്ര്യാവസ്ഥയെ താൻ പരിഹസിക്കുകയല്ല ചെയ്തത്. ബസ്സിൽ പൈസ നൽകാൻ പോലും കാശ് നൽകാൻ പോലും സാധിക്കാത്തവരാണ് കേരളത്തിലെ പല സ്ത്രീകളും. അവരുടെ ആ അവസ്ഥയെക്കുറിച്ചാണ് താൻ സംസാരിച്ചത്. അവരുടെ ഉന്നമനത്തിന് വേണ്ടിയാണ് സംസാരിച്ചത് എന്നുള്ള രീതിയിലേക്കാണ് പിന്നീട് കൊച്ചിയിൽ വന്നപ്പോൾ ആ പ്രസ്താവന അദ്ദേഹം മാറ്റിയത്. ഏതായാലും ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. താൻ ഈ രീതിയിൽ പറഞ്ഞത് ബസ്സിൽ തള്ളിക്കയറുന്നു എന്നുള്ള വാചകം ഒഴിവാക്കേണ്ടതായിരുന്നു. മറ്റൊരു ദുരുദ്ദേശവും തന്റെ പ്രസ്താവനയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ള പ്രതികരണമാണ് കൊച്ചിയിൽ വെച്ച് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. വിനീത, ശരി, ലബി സജീന്ദ്രൻ വിശദാംശങ്ങൾ നൽകിയേ.